ഇന്ന് എല്ലാവർക്കും മഹാശിവരാത്രിയുടെ ആശംസകൾ. ഉത്സവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉത്സവമാണ് മഹാശിവരാത്രി. സ്വയം നിരാകാരിയായിരിക്കുന്ന പരമാത്മ ഈ സൃഷ്ടിയിൽ തൻ്റെ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി അവതരിക്കുന്നതായിരിക്കുന്ന ദിവ്യമുഹൂർത്തം. ഞാൻ ഓർത്തുപോകുന്നു ഗീതയിൽ പറയുന്നത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തഥാത്മാനം സൃജാമ്യഹം. ഓർത്തുപോവുകയാണ്. എന്നാണോ ഈ ഭൂമിയിൽ ധർമ്മഗ്ലാനി സംഭവിക്കുന്നത്, അവിടെ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും വരും എന്ന് ഭഗവാൻ നമുക്ക് തന്നതായിരിക്കുന്ന വാഗ്ദാനം. എല്ലാ ധർമ്മത്തിലെ ആത്മാക്കളും ഈ സൃഷ്ടിയുടെ അന്തിമ നിമിഷത്തെ കാത്തിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഈ ലോകത്ത് കാണാൻ സാധിക്കും. കയാമത്തിൻ്റെ സമയമാണ്, വിനാശം അടുത്തിരിക്കുന്നു എന്ന് ഇസ്ലാം ധർമ്മം പറയുമ്പോൾ, ഡൂംസ് ഡേ ഒരു ദിവസം വരാനായിരിക്കുന്നുവെന്നും വീണ്ടും ഭഗവാൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് ക്രിസ്ത്യൻ ധർമ്മം വിശ്വസിക്കുമ്പോൾ, മഹാവിനാശത്തിൻ്റെ സമയമായി എന്ന് മഹാഭാരതം നമ്മളെ ഉദ്ഘോഷിക്കുന്ന സമയത്ത് ലോകം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ലോകത്തിൻ്റെ വിനാശത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ളൊരു കാത്തിരിപ്പിൻ്റെ മൂഡ് ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് ലോകവിനാശത്തിൻ്റെ തയ്യാറെടുപ്പ്, ഏത് ആഗ്നേയാസ്ത്രത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ വർണ്ണിച്ചിട്ടുണ്ടോ ആ തീ തുപ്പുന്ന ആയുധങ്ങളായിരിക്കുന്ന ബോംബും മിസൈലും തോക്കും തയ്യാറായിരിക്കുമ്പോൾ, വരുണാസ്ത്രം എന്ന് പറയുന്നതായിരിക്കുന്ന ജലപീരങ്കികൾ പോലുള്ളതായിരിക്കുന്ന ആയുധങ്ങൾ അതും തയ്യാറായിരിക്കുന്നു. അതുപോലെ തന്നെ നാഗാസ്ത്രം എന്ന് വർണ്ണിക്കുന്നതായിരിക്കുന്ന വിഷം തുപ്പുന്ന ജീവികളെ കൊണ്ടതായിരിക്കുന്ന ആയുധങ്ങൾ, ജൈവായുധങ്ങൾ അതും തയ്യാറായിരിക്കുന്നു. ഈ ലോകത്തെ ചുട്ടരിക്കാൻ ശക്തിയുള്ളതായിരിക്കുന്ന ആയുധമായ ബ്രഹ്മാസ്ത്രം സർവനാശത്തിന് കാരണമാകുമെന്ന് പറയുന്ന അത്തരത്തിലായിട്ടുള്ള ബോംബുകൾ, നമ്മുടെ ബ്രഹ്മോസ് പോലുള്ളതായിരിക്കുന്ന പലവിധ ബോംബുകൾ ഓരോ രാഷ്ട്രങ്ങളും തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഇങ്ങനെ ലോകത്ത് വിനാശത്തിൻ്റെ എല്ലാ തയ്യാറെടുപ്പും ശാസ്ത്രീയമായ രീതിയിൽ നടക്കുന്നു. മറ്റൊരു ഭാഗത്ത് മനുഷ്യൻ്റെ മനസ്സിൽ സംബന്ധങ്ങളിൽ സുഖം എത്രത്തോളം കുറഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോവും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും അച്ഛനമ്മമാരും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ബന്ധത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള വിള്ളലുകൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ കണ്ണുനീര്, അത് പരസ്പരം ഒരു വിശ്വാസമില്ലാത്ത ഇൻസെക്യൂരിറ്റി അഥവാ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ലോകത്തെ കൊണ്ടെത്തിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനെ തന്നെയാണ് അജ്ഞാന അന്ധകാരം എന്ന് വിശേഷിപ്പിക്കുന്നത്. സംബന്ധങ്ങളിൽ സുഖമില്ലാണ്ടായിരിക്കുന്നു, വിശ്വാസമില്ലാണ്ടായിരിക്കുന്നു, സ്നേഹം പലപ്പോഴും അതിൻ്റെ സ്വാർത്ഥഭാവത്തിലായിരിക്കുന്നു, ശാന്തി തെരഞ്ഞു നടക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സ് അശാന്തമായിരിക്കുന്നു. എവിടെ നോക്കുമ്പോഴും നമുക്ക് ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി ലോകത്തൊരു കൂട്ടം ആളുകൾ നിരന്തരമായി പരിശ്രമിക്കുന്നു. പക്ഷെ എവിടെയും എത്താതെ എല്ലാ പരിശ്രമങ്ങളും ഇങ്ങ് കാറ്റിൽ പറന്നു പോകുന്നൊരു നിമിഷം എല്ലാം നമ്മുടെ മുന്നിലൊരു സൂചനയാണ്. ഇതൊരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. വിനാശത്തെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആരും ചിന്തിക്കാത്തൊരു കാര്യം, വിനാശത്തിന് ശേഷം എന്ത് സംഭവിക്കണം, അതാണ് നമ്മുടെ കയ്യിലുള്ള കാര്യം. ഈ ലോകത്ത് എന്ത് സംഭവിക്കണോ കാലചക്രത്തിനനുസരിച്ച്, ഈ സൃഷ്ടിയുടെ ഒരു പഴയ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് കെട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്. പുതിയ വീട് കെട്ടണമെങ്കിൽ പഴയ വീട് പൊളിക്കേണ്ടി വരും. പഴയ വീട് പൊളിക്കുന്നതിന് വിനാശം എന്ന് പറയാം, നമുക്ക് പുതിയ വീട് കെട്ടുന്നതിന് സ്ഥാപന എന്ന് പറയാം. അതുപോലെ ഈ സൃഷ്ടിയാകുന്ന ഈ വലിയ പ്രപഞ്ചമാകുന്ന വീടും അതിൻ്റെ തമോ പ്രധാന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു പരിവർത്തനം അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഒരു പുതിയ തുടക്കം ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പുതിയ തുടക്കം തുടങ്ങേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്നാണ്. സ്വന്തം സങ്കല്പത്തിൻ്റെ ശക്തിയുടെ ആധാരത്തിലൂടെ സ്വന്തം സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്തുകൊണ്ട് സംസ്കാര പരിവർത്തനത്തിലൂടെ സംസാര പരിവർത്തനം, ഇതാണ് സ്വയം നിരാകാരി പരമാത്മ നമ്മളെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന മുദ്രാവാക്യം. അതിനുവേണ്ടി ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചേ പറ്റൂ. ഒരു മനുഷ്യൻ്റെ സംസ്കാരം പരിവർത്തനമാവണമെന്നുണ്ടെങ്കിൽ അവന് പഠിക്കാൻ പറ്റണം. എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത് എന്ന് ഒരുപാട് കാലം നമ്മൾ പഠിച്ചു. പക്ഷെ എന്ത് ചിന്തിക്കണം എന്നുള്ള ഗൈഡൻസ് നമുക്കില്ല. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയുന്നത്, എന്ത് ചിന്തിക്കണോ അത് ചിന്തിക്കുമ്പോൾ എന്ത് ചിന്തിക്കരുതോ അത് സ്വയമേവ നമ്മളുള്ളിൽ ഇല്ലാതായിക്കോളും. എന്ത് പ്രവർത്തിക്കണോ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അരുതാത്ത കാര്യങ്ങൾ സ്വയമേവ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പോയിക്കോളും. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോകും പോലെ നന്മയുടെ പ്രകാശം മനുഷ്യൻ്റെ മനസ്സിൽ വരുമ്പോൾ ഇരുട്ട് തന്നെത്താൻ ഇല്ലാതാകും.
അത്തരത്തിൽ ഈ കാലചക്രത്തിന് അഥവാ ഇന്ന് ഈ സൃഷ്ടിയെ മുഴുവൻ മൂടി നിൽക്കുന്നതായിരിക്കുന്ന അജ്ഞാന അന്ധകാരത്തിൻ്റെ ഇരുട്ട്, ആ ഇരുട്ടില്ലാതാക്കാൻ വേണ്ടി സ്വയം നിരാകാരിയായിരിക്കുന്ന പരമാത്മ ഈ സൃഷ്ടിയിൽ ഒരു സാകാര മാധ്യമത്തിലൂടെ പഠിപ്പിച്ചതാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ പ്രജാപിത ബ്രഹ്മാവിലൂടെ. സർവധർമ്മങ്ങളുടെയും ആ ധർമ്മപിതാക്കന്മാർ പറയുന്ന പരമമായ സത്യം എല്ലാ ധർമ്മപിതാക്കന്മാരും നമ്മളെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു പറയുന്നു ഗോഡ് ഈസ് ലൈറ്റ്. ഗുരു നാനാക്ക് പറയുന്നു സച്ചിത്തോങ്കാര നിരാകാര സ്വരൂപം. സത്യവും ചൈതന്യവുമായിരിക്കുന്ന നിരാകാരിയാണ് ഭഗവാന്റെ രൂപം. അല്ലാഹു പ്രകാശമാണ്, നൂറേ ഇലാഹി, അല്ലാഹേക്ക് നൂറ് ഹേ എന്നൊക്കെ നമ്മൾ ഇസ്ലാം ധർമ്മം പഠിപ്പിക്കുന്നു. 33 ദേവീദേവന്മാരെ മാനിക്കുമ്പോഴും ദേവാദിദേവൻ മഹാദേവനായിരിക്കുന്ന ശിവനെ നമ്മൾ ജ്യോതിർലിംഗ രൂപത്തിലാണ് പൂജിക്കുന്നത്. ലിംഗം എന്നുള്ള വാക്കിനർത്ഥം രൂപം അഥവാ അടയാളം. ശിവലിംഗം എന്ന് വെച്ചാൽ അർത്ഥം ശിവൻ്റെ രൂപം അഥവാ ശിവൻ്റെ അടയാളം. ജ്യോതിർലിംഗം ശിവലിംഗം എന്നാണ് പറയുന്നത്. ആ ജ്യോതിയുടെ രൂപം അഥവാ ജ്യോതിയുടെ അടയാളമാണ് ശിവലിംഗമായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത്. ആ പരബ്രഹ്മമായിരിക്കുന്ന പരം ജ്യോതിയായിരിക്കുന്ന പരമാത്മാവിനെ ശിവലിംഗ രൂപത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു. ശിവൻ എന്ന വാക്കിനർത്ഥം മംഗളകാരി. എല്ലാ ധർമ്മങ്ങളിലും ഈശ്വരന് ഉപയോഗിക്കുന്ന നാമത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ മംഗളകാരി എന്നർത്ഥം. അതുകൊണ്ട് ഈ സൃഷ്ടിക്ക് മുഴുവൻ മംഗളം ചെയ്യുന്ന ആ നിരാകാരിയായിരിക്കുന്ന പരമാത്മ ഈ സൃഷ്ടിയിൽ അവതരിച്ച് മനുഷ്യൻ്റെ മനസ്സിൽ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന കാമക്രോധ ലോഭമോഹ അഹങ്കാരാദി ദുർവികാരങ്ങളാകുന്ന വിഷത്തിനെ ഇല്ലാതാക്കുകയാണ്. ആ ഒരു ദിവസമാണ് പരമാത്മ അവതരണത്തിനെയാണ് നമ്മൾ ശിവരാത്രി എന്ന പേരിൽ ആഘോഷിക്കുന്നത്. എന്തുകൊണ്ട് ശിവരാത്രി എന്ന് പറയുന്നത്? രാത്രിക്ക് പകരം ശിവജയന്തി എന്ന് പറഞ്ഞെങ്കിൽ ഭഗവാനും ഒരു കുഞ്ഞായി ജനിച്ചു നമ്മൾ വിചാരിച്ചേനെ. ജനനവും മരണവുമില്ലാത്ത പരമാത്മ, നിരാകാരിയായിരിക്കുന്നവൻ, ഈ സൃഷ്ടിക്ക് മുഴുവൻ അച്ഛനും അമ്മയുമായിരിക്കുന്നവൻ, എന്നാൽ സ്വയം അച്ഛനും അമ്മയും ഇല്ലാതിരിക്കുന്നവൻ, ഈ സൃഷ്ടിയിലെ സർവ്വ ടീച്ചർമാർക്കും ടീച്ചറായിരിക്കുന്നവൻ, സ്വയം ജ്ഞാനസാഗരനായിരിക്കുന്നവൻ, ഗുരുവില്ലാത്തവൻ സർവ്വ ഗുരുക്കന്മാർക്കും ഗുരുവായിരിക്കുന്ന സദ്ഗുരുവായിരിക്കുന്ന പരമാത്മ, ആ പരമാത്മ നിരാകാരിയായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ ഈ ഭൂമിയിൽ അവതരണവും മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് അജ്ഞാന അന്ധകാരമാകുന്ന ഇരുട്ടിനെ അഥവാ വിഷത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവരെല്ലാം അമരത്വത്തിലേക്ക് നയിക്കുകയാണ്. അമരത്വം എന്ന് വെച്ചാൽ അർത്ഥം ഗുണങ്ങൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ. 7 ഗുണങ്ങളും ആത്മാവിൻ്റെ ഒറിജിനലായിരിക്കുന്ന ബേസിക് വാല്യൂസ് എന്ന് പറയുന്ന ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം, ഈ 7 ഗുണങ്ങളും 100% നിറഞ്ഞിരിക്കുമ്പോൾ അതിനെയാണ് പറയുന്നത് നമ്മൾ സദോപ്രധാന സ്ഥിതി. ആത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശത്തിന് പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു ലോകം വന്നാൽ ഈ ഭാരതം വീണ്ടും ഭാസിൽ രമിക്കുന്ന, പ്രകാശത്തിൽ രമിക്കുന്ന, പ്രകാശത്തിൻ്റെ നാടായിരിക്കുന്ന ഭാരതഭൂമി അഥവാ ദേവഭൂമിയായി മാറും. ഈ ഭൂമിയിൽ തികച്ചും ദിവ്യ ഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യന്മാരായ ദേവന്മാർ ഈ ഭൂമിയിൽ വാഴും. എല്ലാ ജീവാത്മാവിലും, അത് ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ഇസ്ലാമെന്നോ സിഖെന്നോ പാഴ്സിയെന്നോ ഈശ്വരന് യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മളൊക്കെ തന്നെ ജ്യോതിസ്വരൂപങ്ങളായിരിക്കുന്ന ആത്മാക്കൾ, ആ നിരാകാരിയായിരിക്കുന്ന പരമാത്മാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഇന്ന് ഈ സൃഷ്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും ഈ അവസരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ രാജ്യം ഒരു വലിയ വിപത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കൂ, നമ്മളൊക്കെ ഒരമ്മയുടെ മക്കളാണ്. ഒരു ഭാരതാംബയുടെ മക്കളായിട്ട്, ഒരമ്മയുടെ മാറിടത്തിൽ സന്തോഷത്തോടെ കളിച്ചു വളർന്ന മക്കൾ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ എന്ന പേരിൽ ശത്രുക്കളെപ്പോലെ പരസ്പരം മല്ലടിക്കുമ്പോൾ, മഹാഭാരതത്തിൽ പറഞ്ഞ പോലെ കൂട്ടുകക്ഷി ചേർന്നുകൊണ്ട് ഒരു മഹാവിനാശത്തിന് തയ്യാറെടുക്കുന്നത് കാണുമ്പോൾ മനസ്സ് പെടഞ്ഞു പോവുകയാണ്. ഇനി എത്ര അമ്മമാരാണാവോ തൻ്റെ കുഞ്ഞുങ്ങളുടെ ചോര കണ്ട് കണ്ണുനീരൊഴുക്കാൻ പോകുന്നത്? എത്ര കുഞ്ഞുങ്ങൾ അനാഥരായിട്ട് ഈ ഭൂമിയിൽ വരാൻ പോകുന്നു? അതോ ഈ ഭൂമി തന്നെ ഏതവസ്ഥയിലേക്ക് നീങ്ങാൻ പോവുകയാണ്? തീർച്ചയായിട്ടും ഈ സമയം ചിന്തിക്കാനുള്ള സമയമാണ്, മനസ്സിലാക്കാനുള്ള സമയമാണ്. ലോകം മഹായുദ്ധത്തിൻ്റെ മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ശക്തമായ സങ്കല്പം ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ആ പരമാത്മാവിൻ്റെ പരമചൈതന്യം ഇറങ്ങി വന്ന് ആ ഉള്ളിൽ ആ പ്രകാശത്തെ ആവാഹിച്ച് ഈ നന്മയുടെ വൈബ്രേഷനിലൂടെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് വൈരാഗ്യത്തിൻ്റെ, വെറുപ്പിൻ്റെ, അസൂയയുടെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ദുഷ്ചിന്തകളാകുന്ന വിഷത്തില്ലായ്മ ചെയ്ത് ഇവിടെ വീണ്ടും സുഖവും ശാന്തിയും സ്നേഹവുമാകുന്ന അമരത്വം നിറഞ്ഞ ഒരു ദേവഭൂമിയാവട്ടെ ഈ ഭാരതം എന്ന് വെച്ചാൽ ഈ ഒരു ഇന്ത്യ മാത്രമല്ല, മുഴുവൻ ലോകം
ഭാരതഭൂമി അഥവാ പ്രകാശം നിറഞ്ഞതായ സ്നേഹവും ശാന്തിയും കളിയാടുന്ന, പരസ്പരം സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, അന്യോന്യം സഹായിക്കാൻ മാത്രം അറിയുന്ന ഒരച്ഛൻ്റെ മക്കൾ എന്ന സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സുഖവും ശാന്തിയും കളിയാടുന്ന ഭാരതഭൂമിയാക്കാൻ അഥവാ ഈ ലോകത്തെ സ്വർഗമാക്കാൻ ആ പരമാത്മ അവതരിച്ചതായിരിക്കുന്ന മഹത്തായ ദിനമാണ് നമ്മൾ മഹാശിവരാത്രി എന്ന പേരിൽ ആഘോഷിക്കുന്നത്. വാസ്തവത്തിൽ ശിവൻ്റെ ജയന്തിയാണിത്. അതുകൊണ്ട് ഇന്ന് ആ മഹാശിവരാത്രി ദിവസം നമുക്കൊക്കെ, പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമുക്കൊക്കെ പ്രതിജ്ഞ ചെയ്യാം. നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ആ നന്മേനെ ആവാഹിക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വെറുപ്പിൻ്റെ വൈരാഗ്യത്തിൻ്റെ അഗ്നിയെ പറിച്ചു കളയാം. ഈ ലോക മനസ്സാക്ഷിയെ മാറ്റാൻ 20% മനുഷ്യന്മാരുടെ മനസ്സിൽ പോസിറ്റിവിറ്റി നിറഞ്ഞാൽ ലോകബോധം പരിവർത്തനാവും. ഈ ലോകം നന്മയിലേക്ക് വരും. ആ 20% ഒരാളായി തീരാൻ നമുക്ക് പ്രതിജ്ഞയെടുത്ത് ഇന്നത്തെ ദിവസത്തെ ആത്മപരിവർത്തനത്തിന് വേണ്ടി ഒരു നല്ല ദിവസമായിട്ട് ആഘോഷിക്കാം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.